ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹൗ ടു മേക്ക് എ മാരീഡ് ലൈഫ് മോർ ബ്യൂട്ടിഫുൾ. അതിൽ എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ എന്താ വെച്ചാൽ, റെസ്പെക്റ്റ് ആൻഡ് അപ്രീസിയേഷൻ മേക്സ് എവറി ലൈഫ് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ. ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിൽ പരസ്പരം ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം, ഒരു റെസ്പെക്ട്. അത് വഴക്ക് കൂടുന്ന കാര്യത്തിലായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും പരസ്പരം എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അല്ലാതെ തല്ലുകൂട്ടത്തിന്റെ സമയത്ത് പരസ്പരം ചെളിവാരി എറിഞ്ഞ് പ്രാകലൊക്കെ ഉണ്ടായി മോശം വാക്കുകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞ് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ആ റിലേഷന് ബ്രേക്ക് ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ, കൂടുതൽ പ്രശ്നങ്ങളിലോട്ടേ പോവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു റെസ്പെക്റ്റ് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഉണ്ടായിരിക്കണം. അതുപോരാതെ അപ്രീസിയേഷൻ ഒരു ചെറിയ കാര്യത്തിലായിരുന്നാലും, അത് ജോബിന്റെ കാര്യം ആയിക്കോട്ടെ, കുക്കിങ്ങിന്റെ കാര്യം ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന കാര്യം ആയിക്കോട്ടെ, വൈഫിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ കുക്കിങ്ങിലാണെങ്കിൽ കുട്ടി ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഇന്നത് ചേർത്തിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. ഒരു കുഞ്ഞു കുഞ്ഞു അപ്രീസിയേഷൻസ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു അപ്രീഷിയേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ വൈഫിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം, നമ്മൾ പെണ്ണുങ്ങൾക്കൊരു ക്യാരക്ടർ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ഒരു ചെറിയൊരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടി അവർക്ക് ഉള്ളിലുണ്ടാവുന്ന സന്തോഷം നമ്മുടെ ഫുൾ ലൈഫിനെ അങ്ങ് സന്തോഷിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യമാണ്, അപ്രീസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ മാരീഡ് ലൈഫ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ വി ഷുഡ് നോട്ട് ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻഡഡ്. അത് മാത്രമല്ല, ഓൾസോ ഐ തിങ്ക് ദാറ്റ് എവറി മാരേജ് ഈസ് ബേസ്ഡ് ഓൺ അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്ട്. അപ്രീസിയേഷനും റെസ്പെക്റ്റും ഉണ്ടെങ്കിൽ ലവ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. അവിടെ ലവ് വന്നോളും. അപ്രീസിയേഷനും റെസ്പെക്റ്റും എവിടെയുണ്ടോ അവിടെ ലവ് ഉണ്ടായിക്കോളും. നമ്മൾ എത്രത്തോളം അവരെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, എത്രത്തോളം അവരെ തമ്മിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരാളെ മാത്രമല്ല, ഹസ്ബൻഡിനെ വൈഫിനെയും വൈഫിനെ ഹസ്ബൻഡിനെയും എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും പറ്റുന്നുണ്ടോ അവിടെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.